ഞാൻ ഇന്നലെ ഒരു തവളമുറിക്ക് മറുപടി കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് വന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് അത് വെച്ചിട്ടാണ് ഞാൻ പോയി സഫ ആൻഡ് റിഫയുടെ പ്രശ്നം എന്താണെന്നൊന്ന് നോക്കാൻ പോയത്. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഞാൻ സബ്സ്ക്രൈബ് വെച്ചിട്ടുള്ളത് കൊണ്ട് വരും, പക്ഷെ അത്ര ഗൗനിക്കത്തില്ല, സ്കിപ്പ് ചെയ്ത് വിടും. ബിക്കോസ് ആ ഒരു ടോപ്പിക്ക് എനിക്ക് താല്പര്യമില്ല എന്നുള്ളൊരു ടൈമിലാണ് ഞാനുള്ളത്. താല്പര്യമില്ല, കാരണം പറഞ്ഞ കാര്യമില്ല. ഖാദർ കരിപ്പടിയുടെ അടുത്തേക്ക് പെങ്കുച്ച് പോയതിനോട് എനിക്ക് വിയോജിപ്പാണ്. നമ്മൾ തമ്മിൽ എത്ര ശത്രുത ഉണ്ടെങ്കിലും നമ്മുടെ ശത്രുവിൻ്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. അതൊരു ശരിയായ നടപടിയല്ല. എനിവേ അത് ഹാപ്പൻ ഈസ് ഹാപ്പൻ. അല്ലാതെ അവളുടെ ചാനലിൽ ഇരുന്നുകൊണ്ട് കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളത് വ്യക്തമാണ്. അവളുടെ വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണ് നമ്മൾ എന്താണ് പറയേണ്ടത്. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അത് പറയാനുള്ള ആർജവം നമുക്കുണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാനോ ഒതുക്കാനോ പറ്റത്തില്ല. സഭ ആ കാര്യത്തിൽ മികച്ച ഒരു പെണ്ണാണ്. കാരണം അവൾ കൃത്യമായിട്ട് അവളത് ഹാൻഡിൽ ചെയ്തു. റിഫയെ പോലെ സ്വയം അങ്ങോട്ട് അവസാനിപ്പിക്കാന്നല്ല തീരുമാനിച്ചേ, ജീവിക്കാമെന്ന്. അതിൽ വരുന്ന നാണക്കേട് എന്തായാലും ഞാൻ ഫേസ് ചെയ്യുമെന്ന് അവൾ പറഞ്ഞിറങ്ങുമ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികളാണ് ഈ വിവാഹം എന്ന ഒരു സംഗതിയിൽ ഈ തളച്ചിടപ്പെട്ട പെൺകുട്ടികൾക്ക് ഒരു വിചിന്തനം ഉണ്ടാക്കി കൊടുത്തത്. അത് നമുക്കൊരു തടവറയാകരുത്. അത് നമുക്ക് ഏറ്റവും സെക്യൂർഡായിട്ടുള്ളൊരു പ്ലേസ് ആകണം. അത് തടവറയാകുന്ന സമയത്ത് അത് ഒഴിവാക്കി വെളിയിലേക്ക് വരണം. സൊസൈറ്റിയിൽ പലരും കാണിക്കുന്ന ഒരു വൃത്തികേടുണ്ട്. ഇപ്പോൾ ഈ മെഹനാസ് എന്ന് പറയുന്ന പയ്യനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്ന സമയത്ത് സത്യമായിട്ട് ഞാൻ വിചാരിച്ച റിഫ വെറും മോശപ്പെട്ട ഒരു പെണ്ണായിരിക്കുമെന്നാണ്. റിഫ മോശപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ടാണല്ലോ അവളുടെ പേരൻസ് അത്യാവശ്യം ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്തുള്ള ആ കുട്ടീനെ ജോലിക്കായിട്ട് വിദേശത്തേക്ക് പറഞ്ഞു വിട്ടേന്ന്. ഇടയ്ക്ക് വേറെ ആരൊക്കെ കുറേ വീഡിയോസൊക്കെ കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. മെഹനാസിനെ മെഹനാസും റിഫയും കൂടെ പോയി പെട്ടത് വേറൊരാളുടെ കയ്യിലാണ്, അവരുടെ കയ്യിലാണ് രേണു ഒക്കെ പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതൊന്നും വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് നോ, എനിക്ക് അതിനെ പറ്റിയൊരു സംസാരം ഇപ്പോൾ താല്പര്യമില്ല. ഈ വിഷയത്തിൽ ഈ പറയുന്ന മെഹനാസാണ് പൂർണ്ണമായ ഉത്തരവാദി. ഇത്ര വയസ്സാകുന്നതിന് മുമ്പ് അവളുടെ പിറകെ നടന്ന് അവളെ വിവാഹം കഴിച്ചു. അതുകൊണ്ടാണ് അവനെതിരെ പോക്സോ കേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ വിവാഹം കഴിഞ്ഞ ശേഷവും അവളെ തല്ലി പഴിപ്പിച്ച് കൊണ്ട് നടക്കുന്നത് ആ ഉമ്മായും വാപ്പായും കണ്ടിട്ടത് വിലക്കിയില്ലെന്ന് കേട്ടപ്പോൾ എനിക്ക് ആ പേരൻസിനോട് ഒരു വെറുപ്പും പുച്ഛവും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നുണയാണ്, എന്നെ പെടുത്താനാണ് എന്ന് മെഹനാസ് വളരെ വളരെ എന്താ പറയുക, അവൻ്റെ സ്വരം കേട്ട് കഴിഞ്ഞാൽ നമുക്കപ്പോൾ അങ്ങനെ മെൽറ്റാകും. ഉള്ളിലുള്ള ഒരു അമ്മ മനസ്സ് മെൽറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മകൻ്റെ അതേ പ്രായമൊക്കെ ഉള്ളവന്. അപ്പം അങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടി വന്നത് പുറത്തേക്ക് പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ്റെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട ഒരു ക്രിമിനൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ഉദ്യമത്തിൽ ഈ പെൺകുട്ടി പൂർണ്ണമായും സക്സസ് ആയി എന്നുള്ളതാണ്. സമയോചിതമായ ഇടപെടൽ, കൃത്യമായ രീതിയിൽ അവൾ പറയാനുള്ള ആ കരുത്ത്, തൻ്റെ ഇടം, അതിൻ്റെ ഒപ്പം അത് ആളുകളിൽ എത്ര തന്നെ നെഗറ്റീവ് അടിച്ചാലും എത്ര മോശപ്പെടുത്തി പറഞ്ഞാലും ഞാൻ അങ്ങനെ അല്ല എന്ന് ഉറച്ചു നിന്ന് പറയാൻ ആ ഒരു തകർന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് സാധിച്ചെങ്കിൽ സഭ നല്ലൊരു സർവൈവറാണ്. ശരിക്കും അവൾ ഫൈറ്ററാണ്. അവൾ ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തി എന്നുള്ളതാണ്. ഇവളെ ചീത്തയാക്കാൻ ഒരു വൃത്തികെട്ട ശവം അപ്പുറത്തിരുന്നുകൊണ്ട് കാണിച്ച മേക്കൂത്തുകൾ നിങ്ങൾ കണ്ടതല്ലേ. അവൾക്കെതിരെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ നേരെ കയറാൻ വന്നത്. ഇതാണ് സത്യമെന്ന് ആ കുട്ടി ഒന്ന് പറഞ്ഞപ്പോൾ തീർന്നില്ലേ. എന്താ സത്യം എന്നല്ലേ അത് നിങ്ങൾ കേട്ടിട്ട് വരൂ, അതിനകത്തുണ്ട്. നീ ഒളിച്ചോടി പോയി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിലപാട് എന്താണെന്ന് വെച്ചെങ്കിൽ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഒളിച്ചോടി പോയിന്ന്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നീ ഒളിച്ചോടി പോയിന്ന്. ഞാൻ ആകെ പറഞ്ഞത് എന്താ, നീ എന്നെ ഇട്ടിട്ട് പോയി, മതിയല്ലോ, നീ എന്നെ ഇട്ടിട്ട് പോയിന്ന് ഉദ്ദേശിക്കണം എന്താ ഒളിച്ചോടി എന്നല്ലേ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, എന്നെ അത്രക്കും എൻ്റെ ഈ ഹസ്ബൻഡ് മോശമാക്കിയിട്ടുണ്ട്. അതായത് ഫ്ലാറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ കുറച്ച് ടിഷ്യൂ പേപ്പർ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ എഴുതി കൂട്ടിയിട്ടെന്നറിയോ. ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യാം. അത്രക്കും എന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യാം. ഞാനൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മനസ്സിന്. അപ്പോൾ കാരണം കൊണ്ടാണ് ഞാൻ അവളെ വിവാക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെയൊന്നും തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല മനസ്സിന്. അപ്പോൾ അതിന് പയ്യെ നിങ്ങൾ ഇത് ചില സമയം എപ്പോഴാണ് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ഭാര്യനെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ എൻ്റെ ഹസ്ബൻഡായ മെഹനാസ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു നിലപാട് ഞാൻ പറയാം. നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഞാൻ തെളിവായിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഞാൻ അവരോട് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇത് ഒളിച്ചോടി എന്നൊക്കെ പറയണോ എന്നാ ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. നീ വെറുതെ ഓരോന്ന് തന്നെ ഇതൊന്നും ഇടല്ലേ നീ പുറത്ത് പ്ലീസ്. നിന്നെ നമുക്ക് വല്ലാത്ത മിസ്സിങ് ആവണം. ഞാൻ എന്നിട്ട് രണ്ടാമത്തെ സ്റ്റോറി ഇട്ടിന് ഒളിച്ചോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊറ്റ സ്റ്റോറി ഇട്ടിന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒളിച്ചോടിന്ന് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എവിടെയാണ് ഒളിച്ചോടി എന്ന് പറഞ്ഞത്? ഞാൻ എവിടെയാണ് ഒളിച്ചോടിയെന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. നീ എൻ്റെ ജീവൻ സഫു, സ്നേഹിച്ചിട്ടേ ഉള്ളൂ നിന്നെ, മാപ്പ് താ പൊന്നു, എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല സഫു, അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു നിന്നെ, വെറുക്കല്ലേ സഫു, എനിക്ക് നീ ഇല്ലാതെ ഇവിടെ എന്തോ പോലെ ആവുന്നു.
ഞാൻ ഇട്ടിട്ട് പോയത്, ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്ന എൻ്റെ കെട്ടിയവനാണ് ഇപ്പം എൻ്റെ പിന്നാലെ വന്നത്. ഞാൻ ഒരുത്തൻ്റെ കൂടെ കിടക്ക പങ്കിട്ടു, ടിഷ്യൂ പേപ്പറിൽ മറ്റേ സാധനം തുടച്ചു, ഇതെല്ലാം ചെയ്ത എന്നെ ഇനി എന്തിനാ? ഇത്രയുമൊക്കെ ചെയ്തിട്ട് എന്നെ സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുത്തു. ഇത്രയും തെറ്റ് ചെയ്തിട്ട് എന്നെപ്പോലൊരു വ്യക്തിനെ നിങ്ങൾക്ക് എന്തിനാ ഇനി ജീവിതകാലം മുഴുവൻ ഇനി ഇതെന്നെ പറഞ്ഞ് ടോർച്ചർ ചെയ്യാനാണോ, ഇതും പറഞ്ഞെന്നെ മർദ്ദിക്കാനാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതാണ് ഇപ്പം എൻ്റെ ഉള്ള അവസ്ഥ. ഞാൻ ഒളിച്ചോടി എന്ന് പറയുന്ന ഭർത്താവ് വരെ ഭർത്താവാണ് ഈ പറയുന്നത് ഞാൻ ഒളിച്ചോടിയിട്ടില്ലാന്ന്. അത് മാത്രമല്ല, ഒരുപാട് മെസ്സേജുകളുണ്ട്. ഇനി ഒരു ചാൻസ് തരോ, എന്നോട് ക്ഷമിക്കൂ, ഒരുപാട് ചാറ്റ്. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് ചാറ്റ് അയച്ചപ്പോൾ ഞാനൊരു മറുപടി പറഞ്ഞു, ഞാൻ ഒളിച്ചോടിയില്ലേ. പിന്നെ അത് മാത്രമല്ല, ടിഷ്യൂസ് ഫുള്ള് ഡാഷ് അല്ലേ, എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. DNA കൊടുത്തതല്ലേ, DNA കൊടുത്തെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത്രയൊക്കെ ആയ ഒരാളുടെ കൂടെ ഞാൻ ഇനി പോകണമെന്നാണോ നിങ്ങൾ പറയണേ? ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ ഒളിച്ചോടി എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ ക്ഷമ പറഞ്ഞ് വന്നിട്ടുള്ളത്. സിമ്പിൾ. ഇവൻ ഇനി പല രീതിയിലുള്ള ഒപ്പിക്കും, പല രീതിയിലുള്ള സോപ്പിങ്ങും നടത്തും. ഈ പെൺകുട്ടിയെ എങ്ങനെയും വലയിലാക്കാൻ വേണ്ടി അവൻ ഇനി ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും. ഇത് ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? വെടക്കാക്കി തനിക്കാക്കുക എന്നുള്ളതാണ്. ഇവൾ വളരെ മോശപ്പെട്ടവളാണെന്ന് പബ്ലിക്കിലേക്ക് ഒരു ഇതിട്ട് കൊടുക്കുക, വേറെ നിവർത്തിയില്ലാതെ അവൾ സറണ്ടർ ആകും, പിന്നെ അവളെ വെച്ച് അപരാധിക്കാമെന്നാണ്. ഇതിനെ NPD എന്ന് പറയും, നാർസിസം. വല്ലാത്തൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണിത്. ഈ NPD ഉള്ളവരെ പുറത്തുള്ളവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കത്തില്ല. വീട്ടിലുള്ളവർക്ക് മനസ്സിലാവും, പക്ഷെ പുറത്തുള്ളവരോടത്ത് ആരെങ്കിലും പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കത്തില്ല. അമ്മാതിരി ആളുകളെ കറക്കി വെക്കാൻ ഇവറ്റുകൾക്ക് നല്ല ടാലൻ്റാണ്. ഇൻക്ലൂഡിങ് മീ. അവൻ്റെ വലയിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വിശ്വസിച്ചിരുന്നല്ലോ റിഫയാണ് കുഴപ്പമൊന്നും. ഇപ്പം എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, സഭ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ളതാണ്. നീ ഇതിൻ്റെ ഒപ്പം ഇവൻ പോയി അവളെ കാലി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? തന്നെ ചതിച്ച പെണ്ണിനെ പിന്നെ അവൻ എന്തിനാണ്? ഒന്നുകിൽ ഇവന് കൊണ്ടുപോയി കൊല്ലാനാണ്, അല്ലെങ്കിൽ എന്താ പകരം വീട്ടാൻ, വേറെ ഒന്നിനുമല്ല. ഒരു കാരണവശാലും സഭ ഇവൻ്റെ ഒപ്പം പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയില്ല ഈ കുട്ടിക്ക് എൻ്റെ വീഡിയോ കാണാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. കാണുകയാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ തനിച്ച് ജീവിക്കുകയോ കാലങ്ങൾക്കപ്പുറം വിവാഹമോചനമൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു പാർട്ട്ണറെ കിട്ടുമെങ്കിൽ അയാൾക്കൊപ്പം ജീവിക്കുകയോ ചെയ്യുക. അല്ലാതെ ഈ ഒരു ഓപ്ഷനിലേക്ക് നീ പോകരുത്, ചെയ്യരുത്. അത് നിന്നോട് ചെയ്യുന്ന ദ്രോഹത്തിനേക്കാൾ ഉപരി നിന്റെ കുഞ്ഞിനോട് ചെയ്യുന്ന ദ്രോഹമാണ്. അപ്പുറത്തൊരു കുട്ടി ഉമ്മയില്ലാതെ വളരുന്നുണ്ട്, നിന്റെ മോനും ആ ഗതി വരുത്തരുത്. കാരണം ഇവൻ ചെയ്തു കളയും, ഇവൻ കൊന്നു കളയും. എന്നിട്ട് അവൻ പറയും അങ്ങനെ കയറി ചെയ്തു എന്ന്. ദുബായിൽ വിസിറ്റ് വിസയിൽ വന്നിരിക്കുന്നവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നേരെ നാട്ടിലേക്ക് വിടുക എന്നതിനപ്പുറം അവിടെ പണിഷ് ചെയ്യാനുള്ള വകുപ്പൊന്നും ഇല്ല. ഇനി ഉണ്ടെങ്കിൽ അവരത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാകത്തില്ല. കൃത്യമായി അന്വേഷിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ ഇട്ട് പിടിക്കാമായിരുന്നു. പക്ഷെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവർ പറഞ്ഞു വിട്ട് കാണും, എന്താ നടന്നതെന്ന് അറിയത്തില്ലല്ലോ. എന്ത് തന്നെയായിരുന്നാലും അത് കൊലയാണോ അല്ല ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ തെളിഞ്ഞു വരട്ടെ. ഖാദറിൻ്റെ അടുത്ത് പോയി ഇവള് ഒരു ഇൻ്റർവ്യൂ കൊടുത്തല്ലോ ഈ കുട്ടി. അത് സത്യത്തിൽ ഖാദർ ചെയ്തത് കണ്ടാൽ സഭയെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല. ഖാദർ മുഴുക്ക ഖാദറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അവൻ ന്യായമാണ് ചെയ്തത്, നല്ലതാണ് ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എന്നിരുന്നാലും അതൊരു ചാൻസ് തന്നെയാണ്. കാരണം ആകെ പകച്ച് പണ്ടാരടങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അത്രയും വലിയൊരു ചാനലിൽ ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നത് ഖാദർ ചെയ്ത വലിയൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് റിഫയുടെ വിഷയത്തിൽ നടന്ന ഒരു സംഗതി അതിന് വേണ്ടിയിട്ടൊരു ഫേവർ ചെയ്തതായിരിക്കാനാണ് ചാൻസ്. സോ നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇനി ഈ പറയുന്ന ഇവൻ്റെ കൂടെ പോയി ചേരുകയാണെങ്കിൽ സ്വയം കുഴി വെട്ടി അതിനകത്തേക്കിട്ട് കുത്തിയിരിക്കുന്ന കണക്കൊരു അനുഭവമായിരിക്കും നടക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു കാരണവശാലും അവനെ വിശ്വസിക്കരുത്. തേനും പാലും പഞ്ചാരയും ഒക്കെ വഴിച്ചൊഴുകും. ഇവന്മാർക്കൊന്നും ഒരു ദയയുമില്ല, ഒരു സ്നേഹവുമില്ല, ഓൺലി ഇരുന്ന് തിന്നാം. നീ ഉണ്ടെങ്കിൽ അതാണ്. നമ്മൾ ഈ ജോലിക്ക് പോകാതെ ഭർത്താവ് ഇരുന്ന് നമ്മളെ കൊണ്ട് ജോലി ഇപ്പിച്ച് തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമല്ല, അവന്മാരെ മടിയാണ്. ഈക്വൽ റൈറ്റ്സ് വേണം, രണ്ടുപേരും ജോലിക്ക് പോകണം, അതൊരു ന്യായമായ കാര്യം. പക്ഷെ ഒരാൾ മാത്രം ജോലിക്ക് പോയി ഒരാൾ ഇരുന്ന് തിന്നുന്നത്, ഒരാൾ സുഖലോലുപത അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പരസ്പരം മനസ്സിലാക്കി രണ്ടുപേരും ചേർന്ന് നയിച്ചു കൊണ്ടുപോകുന്നത് വീട്. ഇത് വേറെന്തൊരു പരിപാടിയാണ്. പിന്നെ ഈ പെൺകുട്ടി അവമാനിച്ച രീതി പറയുന്നുണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ പോഷൻ ഞാൻ കട്ടാക്കിയതാണ്. അത് കേട്ടാൽ എനിക്ക് തന്നെ സഹിക്കുന്നില്ല. വീട്ടിൽ വന്ന് സ്വന്തം ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ കിടന്നിട്ട് ടിഷ്യൂ അവിടെയൊക്കെ ഉപയോഗിച്ചിട്ടിട്ടു എന്ന് പറഞ്ഞിട്ട് അത് DNA ടെസ്റ്റിന് കൊടുത്തു എന്ന് പറയുന്നതിൽ പരം ഒരു പെൺകുട്ടിക്ക് കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ അവഹേളനമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ലല്ലുമ്പി മറ്റുമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഊമ്പി വർത്താനം പറയണ ഊമ്പിച്ചിൻ്റെ കൂടെ പോയിരുന്ന് അവൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള സാധനങ്ങളും കൊണ്ട് കൊടുത്ത ഇവനുണ്ടല്ലോ,
ഇവൻ ശരിക്കും പറഞ്ഞാൽ യാതൊരു ക്യാരക്ടറും ഇല്ലാത്തവനാണ്. അത് നല്ലപോലെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവൾക്ക് സപ്പോർട്ടീവായി നിന്നത്. പലരും വന്ന് ചോദിച്ചു അവൾ ഓടിപ്പോയതല്ലേ എന്ന്. ഹലോ, ആ ചോദിച്ചവരോടാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ എവിടെയുണ്ട് നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ? ഒളിച്ചോടിയോ? പെൺകുട്ടി വന്ന് പബ്ലിക്കായിട്ട് പറയുകയല്ലേ, അവൻ്റെ ഒപ്പം പോയാൽ ഇവൻ്റെ ഒപ്പം പോയാൽ കുഴപ്പം, അങ്ങനെ നിന്നാൽ കുഴപ്പം, ഇങ്ങനെ നിന്നാൽ. ആ കുട്ടി അങ്ങനെയല്ല ചെയ്തത്. നിസ്സഹായ അവസ്ഥയിലാണ്. ദേഹം മുഴുക്ക കടിച്ചു പറിച്ചു വെച്ച ഒരുത്തനയ്ക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് പറയാൻ നാണല്ലേ നിങ്ങൾക്കൊന്നും? നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിക്കാണ് ഇത് സംഭവിച്ചാൽ എങ്ങനെ ഉണ്ടാകും? ഇനി അവൾ കള്ളം പറഞ്ഞു എന്ന് തന്നെ വെക്കാം. അവൻ തല്ലിയില്ല, അവൻ ഉപദ്രവിച്ചില്ലെന്ന്. അവൾക്ക് അവനുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അവൾക്കില്ലേ? അവളെ സംരക്ഷിക്കേണ്ട നമ്മളൊക്കെ അല്ലേ? ഓരോ പെൺകുട്ടികൾക്കും ഇതുപോലെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കുറേ എണ്ണം വരും, ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട്. നിങ്ങൾക്ക് അപ്പോഴേ അവളെ ഓർമ്മ വരുവോളാം. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു അപകടത്തിലാണെങ്കിൽ എന്നെ സംരക്ഷിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? ഭർത്താവ് കൊള്ളത്തില്ല, ഭർത്താവ് പിന്നെ അനിയത്തിയുടെ കൂടെ ഉറങ്ങുന്നത് ഞാൻ കണ്ടു, പെങ്ങന്മാരെ കൂടെ കിടക്കുന്നത് ഞാൻ കണ്ടു, എനിക്ക് അവനെ വേണ്ട, ഞാൻ അവനെ കളഞ്ഞു, ഐ ആം വെരി സോപ്പി എന്ന് പറഞ്ഞിട്ടിരുന്ന ഒരുത്തിക്ക് പെട്ടെന്ന് ഭർത്താവിനോട് ഭയങ്കര പ്രേമം. ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് അഭിഹിതം നടത്തുന്നു, ഞാൻ അവളെ പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചേ അടങ്ങുള്ളൂ. നിങ്ങൾക്ക് ഇനിയും ആ സ്ത്രീയുടെ ഇത് മനസ്സിലായിട്ടില്ലേ? നമ്പർ 1 ഫ്രോഡാണ് ആ സ്ത്രീ, നമ്പർ 1 ഫ്രോഡ്. ഇത്രയും വലിയൊരു ഫ്രോഡ് തരം ഫ്രോഡോലൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ചിരിക്കുന്നവർക്ക് നാളെ ഇതേ മറുപടി അവൾ തരും. ഈ കൂട്ടത്തിലുള്ള ഒരു പുഴുക്കുത്താണെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് നിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഞാനത് ഈ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ കഴുതകളോട് പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. കുറച്ചൊക്കെ ബോധം വേണമെന്നേ. ഒന്നുമില്ലാതെ ആരും ഒന്നും പറയത്തില്ല. അനുഭവം ഉള്ളവരല്ലേ പറയുന്നത്. നമുക്കൊക്കെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമ്മൾ ജീവിച്ച് ഇത്രയും എത്തിയവരല്ലേ, ഒത്തിരി ജീവിതങ്ങൾ നമ്മൾ കാണുന്നവരല്ലേ. അപ്പം നമ്മളത് ചുമ്മാ പറയുമോ? ഈ പെൺകുട്ടി ഒരു കാരണവശാലും പേരൻസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും തിരിച്ചു വിട്ടുകൊടുക്കരുത്, വിടരുത്. അതൊരിക്കലും നന്നാവത്തില്ല. കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല. നമുക്കിപ്പോൾ തോന്നും അവൻ കാല് പിടിക്കും, കരയും, വേണമെങ്കിൽ പബ്ലിക്കിൽ ഒന്ന് മുട്ടുകുത്തും, പലതും ചെയ്യും. അവൻ രണ്ട് അടി അടിച്ചാലും അങ്ങ് നിന്ന് കൊള്ളും. പക്ഷേ ലോക കൂറകളാണ് അതെന്ന് ഓർത്തുകൊള്ളുക. ഒരു ദേഷ്യത്തിൽ നമ്മളെ എടുത്തിട്ട് തക്കുകയും പിന്നെ വന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നത് NPD പേഴ്സണാലിറ്റി ഉള്ളവരാണ്. അത് മനസ്സിലാക്കുക. അത്തരക്കാരെ ഒരു കാരണവശാലും തിരുത്താൻ പറ്റില്ലെന്ന്. ഇതിന് റെമഡിയില്ല, ഇതിന് മരുന്നില്ല. അത്തരക്കാരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ ഭാഗത്ത്, നമ്മുടെ ഈ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ശരീരഭാഗമൊന്നും പിന്നെ അവിടെ വെച്ചോണ്ടിരിക്കുമോ? കീറിയറുത്ത് ദൂരെ കളയും. എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിക്കണം. ബേസിക്കലി നമ്മുടെ നിലനിൽപ്പല്ലേ ആദ്യം നമ്മൾ നോക്കേണ്ടത്. ആ കുട്ടിക്ക് ഉമ്മയില്ലാണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പൊന്നു കൊച്ചേ, ഒരു കാരണവശാലും ഈ ചെറുക്കനെ വിശ്വസിക്കുകയോ അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകാനോ നിൽക്കരുത്. ദയവ് ചെയ്ത് സേവ് യുവർ സെൽഫ്. അല്ലെങ്കിൽ നല്ല പണി കിട്ടും എന്നുള്ളതാണ്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം കരകമ്പി കൊണ്ട് വരും. വിശ്വസിക്കരുത്. അവൻ പടുകള്ളനാണ് എന്നുള്ളത് നല്ല ഉറച്ച ബോധ്യമായതുകൊണ്ട് പറയുന്നതാണ്. ഇത്രയൊക്കെ ആയിട്ടും അവൻ എവിടെയെങ്കിലും വന്ന് പബ്ലിക്കിൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് പറഞ്ഞോ? ഇല്ല, രഹസ്യമായി നിന്നെ സോൾവ് ചെയ്യുകയാണ്. ഇപ്പം നീ കാണിച്ചതാണ് ഏറ്റവും ബെസ്റ്റ് സാധനം. അതങ്ങ് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തു. മിടുക്കിയാണ്, സൂപ്പറായെന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരുത്തനെ വിശ്വസിക്കരുത്. ഇവൻ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന് ഓർത്തു നോക്കൂ. ഇവളെ പറ്റി മോശം പറയാൻ വേറൊരുത്തിക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളിൽ ഇട്ടുകൊടുത്ത് അവളെ കൊണ്ട് ഏറ്റവും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിപ്പിക്കുക മാത്രമല്ല അവളെ കോൺസ്റ്റന്റ്ലി ഇട്ട് അടിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഭർത്താവിനെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ. നമുക്ക് വേണ്ടി അവൻ സംസാരിക്കുമ്പോഴല്ലേ. ഇത് നമ്മുടെ ശത്രുവിൻ്റെ കൂടെ പോയി നിന്ന് നമ്മളെ ചീത്ത പറയുന്ന ഒരുത്തരെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഇവനെയൊക്കെ പോലുള്ളവനുണ്ടല്ലോ സൊസൈറ്റിക്ക് തന്നെ അപമാനവും ഭാരവുമാണ്. അത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഡീസൻ്റായിട്ട് ഇടപെടേണ്ട ആൾക്കാർ പോലും ഇടപെടാതെ മിണ്ടാതിരിക്കുകയാണ്. ഇവൻ്റെ ഉമ്മ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഈ കുട്ടിയോട്. ആ ഉമ്മ എന്താ അവർക്കിത് സോൾവ് ചെയ്യണമെന്ന് തോന്നിയില്ലേ? ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. മോൻ നടന്ന് പെണ്ണ് കെട്ടുകയാണ്. എല്ലാ പെണ്ണുങ്ങളെയും കെട്ടും കൊല്ലും. ഉമ്മ അങ്ങനെ ഇരിക്കുകയാണ്. ഓരോ തവണയും ഇതിൽ നിന്ന് ഊരിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അവന് നല്ല മാനസിക രോഗമാണ്. പൈങ്കുളത്ത് കൊണ്ടുപോയാൽ അത് കറണ്ട് അടിപ്പിക്കും. അതാണ് നല്ലത്. ഇതിനൊക്കെ നല്ല സൊല്യൂഷൻ അതാണ്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്തായാലും ഇത്രയും വേഗം ഇതിനൊരു എന്താ പറയണേ എൻഡിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ആൻഡ് താങ്ക് യു. സഭയ്ക്ക് വളരെ നന്ദിയുണ്ട് സഭ. കാരണം സഭയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ചുമ്മാ കിടന്ന് ഓരോന്ന് പറച്ചിലാണ് ഇവിടെ. സഭ സപ്പോർട്ട് ചെയ്തതിൻ്റെ റീസൺ ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാരോടെ ജീവിച്ച് അടിമ ജീവിതം ജീവിച്ച് നശിച്ചു പോയ ആത്മഹത്യ പെൺകുട്ടികൾക്ക് ഒരാളായി നീ അറിയപ്പെടരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. എനിക്ക് ഈ കുട്ടികൾ മരിച്ച ശേഷം അവർക്ക് വേണ്ടി ഹാഷ്ടാഗ് ഇടുന്നതിനേക്കാൾ ഉപരി അങ്ങനെ ഒരു വക്കീലാണെങ്കിൽ അവിടെ നിന്ന് ആ കുട്ടികളെ സേവ് ചെയ്യാനാണ് താല്പര്യം. സോ ഞാൻ എൻ്റെ പാർട്ട് ചെയ്യുന്നു. ഒരു കാരണവശാലും അവനെ വിശ്വസിക്കരുത്, അവൻ്റെ ഒപ്പം പോകരുത്. അവൻ പല ഡ്രാമയും കാണിക്കും, പലതും കാണിക്കും. വിശ്വസിക്കരുത്. ഇനിയും വിശ്വസിച്ച് നീ പോവുകയാണെങ്കിൽ നിന്നെ പോലെ ഭൂലോക വണ്ടി വേറെയില്ല. നീ ജീവനോടെ ഇരിക്കില്ല എന്നുള്ളത് തർക്കമേ വേണ്ട. അവനവൻ്റെ ജീവൻ ജീവിക്കാൻ നോക്കുക. അവൻ സറൗണ്ടിൽ എവിടെയെങ്കിലും വന്നാൽ പോലും അടുപ്പിക്കരുത്. കാരണം ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആക്രമണകാരികളായിരിക്കും. അവർക്ക് കിട്ടാത്ത ജീവിതം
നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും അവരെ നോയിക്കും എന്നുള്ളതാണ്. അപ്പം ബി കെയർഫുൾ, ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യുക. നന്ദി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.